തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കം. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ് ഇന്ന് വോട്ടെടുപ്പ്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുക. 470 പഞ്ചായത്തുകളിലായി 9027 വാർഡുകളാണ് ഉള്ളത്. 47 മുനിസിപ്പാലിറ്റികൾ, 3 കോർപ്പറേഷനുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 38,994 സ്ഥാനാർത്ഥികളാണ് മത്സരത്തിനുള്ളത്. ആദ്യഘട്ടത്തിൽ 70.91% പോളിംഗ്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചേരുന്നു. ഉണ്ണികൃഷ്ണൻ, അങ്ങനെ വടക്കൻ കേരളം ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് കടന്നിരിക്കുകയാണ്. കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? തീർച്ചയായും വടക്കൻ കേരളം, അതായത് തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് ആരംഭിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും കൃത്യം 7 മണിക്ക് തന്നെ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ടുണ്ട്. വലിയ തിരക്കൊന്നും പ്രകടമായിട്ടില്ല എന്നതാണ് എടുത്തു പറഞ്ഞ കാര്യം. എന്തായാലും വരും മണിക്കൂറുകളിൽ തിരക്കുണ്ടാകുമെന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം, പൊതുവെ പറയേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ് മുന്നണികൾ. വലിയ ഒരു വിജയശതമാനം അല്ലെങ്കിൽ വലിയ പോളിംഗ് ശതമാനം ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. ഒരു പൊതു ചിത്രം നോക്കിക്കഴിഞ്ഞാൽ തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള 7 ജില്ലകളിലാണ് രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. തൃശൂർ, പാലക്കാട്, മലപ്പുറം, വയനാട്, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലാണ് പോളിംഗ് ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. 1200 തദ്ദേശ സ്ഥാപനങ്ങളിൽ 605 സ്ഥാപനങ്ങളിലാണ് ജനവിധി തേടുന്നത്. 470 ഗ്രാമപഞ്ചായത്തുകളിലേക്കും 77 ബ്ലോക്ക് പഞ്ചായത്തുകളിലേക്കും 48 മുനിസിപ്പാലിറ്റികളിലേക്കും 3 കോർപ്പറേഷനുകളിലേക്കും 7 ജില്ലാ പഞ്ചായത്തുകളിലേക്കുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 605 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് വോട്ടെടുപ്പ് ഉള്ളത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇതിൽ 470 ഗ്രാമപഞ്ചായത്തുകൾ, 77 ബ്ലോക്ക് പഞ്ചായത്തുകൾ, 48 മുനിസിപ്പാലിറ്റികൾ, 3 കോർപ്പറേഷനുകൾ, 7 ജില്ലാ പഞ്ചായത്തുകൾ, അങ്ങനെയാണ് കണക്ക് വരുന്നത്. എന്തായാലും 7 ജില്ലകളിലുമായി 12,444 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ തൃശ്ശൂർ ജില്ലയിൽ 2,204, പാലക്കാട് ജില്ലയിൽ 2,116, മലപ്പുറം ജില്ലയിൽ 2,789, കോഴിക്കോട് 1,903, വയനാട് 629, കണ്ണൂരിൽ 1,948, കാസർഗോഡ് 955 വാർഡുകളാണ് ഉള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ വാർഡുകൾ ഉള്ളത് 2,780 വാർഡുകളുള്ള മലപ്പുറമാണ്. കുറവ് കാസർഗോഡ്, 955 വാർഡുകളാണ് കാസർഗോഡ് ഉള്ളത്. ആ രീതിയിലാണ് പൊതു ചിത്രം നോക്കുകയാണെങ്കിൽ കാണാൻ കഴിയുക. എന്തായാലും 2020 തെരഞ്ഞെടുപ്പിൽ ഈ ജില്ലകളിൽ 11,430 വാർഡുകളാണ് ഉണ്ടായിരുന്നത്. വാർഡ് വിഭജനത്തിന് ശേഷം 1014 വാർഡുകൾ കൂടിയിട്ടുണ്ട്. എന്തായാലും രണ്ടാം ഘട്ടം ജനവിധി തേടുന്നത് 39,014 സ്ഥാനാർത്ഥികളാണ്. ഇതിൽ 20,036 സ്ത്രീകളും 11,978 പുരുഷന്മാരും ഉണ്ട് എന്നതും എടുത്തു പറയേണ്ട കാര്യമാണ്. ഇതിൽ 1,058 സ്ത്രീ സ്ഥാനാർത്ഥികൾ കൂടുതലുണ്ട് എന്നതും പ്രത്യേകതയായി പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും സംസ്ഥാനത്ത് 2.84 കോടി വോട്ടർമാരിൽ രണ്ടാം ഘട്ടത്തിൽ 1.5 കോടി വോട്ടർമാരാണ് സമ്മതിദാനാവകാശം വിനിയോഗിക്കുന്നത് എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം. ഇതിൽ 72.06 ലക്ഷം പുരുഷ വോട്ടർമാരും 80.37 ലക്ഷം സ്ത്രീ വോട്ടർമാരുമാണ് ഉള്ളത്. അതിൽ 8.31 ലക്ഷം വനിതകൾ കൂടുതലാണ് എന്നത് പറയേണ്ടത്. കൂടാതെ ട്രാൻസ്ജെൻഡേഴ്സ് 160 പേരും ഉണ്ട്. കൂടാതെ ഏറ്റവും കൂടുതൽ വോട്ടർമാർ ഉള്ളത് നോക്കുകയാണെങ്കിൽ മലപ്പുറത്താണ്, കുറവ് നോക്കുകയാണെങ്കിൽ കാസർഗോഡും. അങ്ങനെ 7 ജില്ലകളിലായി 17,091 പോളിംഗ് സ്റ്റേഷനുകളാണ് ഉള്ളത്. അതിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് സ്റ്റേഷൻ ഉള്ളത് മലപ്പുറത്താണ്, 4,343. കുറവ് നോക്കുകയാണെങ്കിൽ കാസർഗോഡാണ്, 1,370. വലിയ സുരക്ഷയെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. ബൂത്തുകളിൽ വെബ്കാസ്റ്റിംഗ് അടക്കം ഉണ്ട് എന്നതാണ് പ്രത്യേകതയായി പറയേണ്ടത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ള VIP-കളും വോട്ട് ചെയ്യാനെത്തുമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 2020 തെരഞ്ഞെടുപ്പിൽ 7 ജില്ലകളിലും ഗ്രാമപഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ബ്ലോക്ക് പഞ്ചായത്തിലും കോർപ്പറേഷനിലും LDF മേൽക്കൈ നേടിയപ്പോൾ ജില്ലാ പഞ്ചായത്തിൽ UDF മുന്നിലെത്തി എന്നത് ചിത്രമാണ് ഉള്ളത്. LDF-ൽ 105 ഡിവിഷനുകൾ നേടിയപ്പോൾ UDF നേടിയത് 109 വാർഡുകളാണ്. മലപ്പുറം ജില്ലാ പഞ്ചായത്തിൽ UDF മുന്നിലെത്തിയപ്പോൾ കാസർഗോഡും വയനാടും ഇരു മുന്നണികളും ഒപ്പത്തിനൊപ്പം വന്നു എന്നതും പറയേണ്ട ഒരു കാര്യമാണ്. കോഴിക്കോട്, തൃശൂർ കോർപ്പറേഷനുകളിൽ LDF ഭരണം നേടിയപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ UDF-നായിരുന്നു മേൽക്കൈ. തൃശൂർ കോർപ്പറേഷനിൽ UDF മുന്നിലെത്തിയപ്പോൾ സ്വതന്ത്രരുടെയും വിമതരുടെയും സഹായത്തോടെ ഭരണത്തിലെത്താനായി LDF-ന് കഴിഞ്ഞു എന്നതും ഓർക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും വലിയ ഒരു മുന്നേറ്റം പല മേഖലകളിൽ ഉണ്ടാക്കാം, തങ്ങൾക്ക് സ്വാധീനം ഉള്ള മേഖലകൾ ഉണ്ടാക്കാമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് വലിയ പ്രചാരണങ്ങളെല്ലാം തന്നെ
പാർട്ടികൾ നടത്തിയത് അല്ലെങ്കിൽ മുന്നണികൾ നടത്തിയതെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇതിൽ ഏറ്റവും ശ്രദ്ധേയമായി പറയേണ്ട ചില കാര്യങ്ങൾ കൂടിയുണ്ട്. എന്തായാലും പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾ ജനവിധി തേടുമ്പോൾ അവിടെ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയുള്ള കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിൽ നേരത്തെ ഒളിവിലായിരുന്നു എന്ന രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ വന്നിരുന്നു. ബലാത്സംഗ കേസുമായി ബന്ധപ്പെട്ട രണ്ടാമത്തെ കേസിൽ കഴിഞ്ഞ ദിവസം ജാമ്യം നൽകിയിരുന്നു. ആ ജാമ്യം ലഭിച്ചൊരു സാഹചര്യത്തിൽ അറസ്റ്റ് തടയുന്നൊരു സ്ഥിതിയുണ്ട്. അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ വോട്ട് ചെയ്യാൻ എത്തുമോ എന്നതാണ് ആകാംക്ഷ. എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാടാണ് വോട്ടുള്ളത്. അവിടെ എത്തി വോട്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ടെന്നും ഇപ്പോൾ പുറത്തു വരുന്ന ചില സൂചനകളെല്ലാം തന്നെ ഉണ്ട് എന്നതാണ് ഓർക്കേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ സുരക്ഷ എല്ലാ ഇടങ്ങളിലും ഒരുക്കിയിട്ടുണ്ടെന്നതാണ് പറയേണ്ടത്. മുഖ്യമന്ത്രി അതോടൊപ്പം തന്നെ MP ഗോവിന്ദൻ മാസ്റ്റർ, CPIM സംസ്ഥാന സെക്രട്ടറി അടക്കമുള്ള പ്രമുഖരെല്ലാം തന്നെ വോട്ട് ചെയ്യുമെന്നതും പറയേണ്ട കാര്യമാണ്. സണ്ണി ജോസഫ് KPCC അധ്യക്ഷൻ അടക്കം വോട്ട് ചെയ്യുന്ന VIP-മാരിൽ ഉൾപ്പെടുന്നു എന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ്. ആ രീതിയിൽ പ്രമുഖരായ നേതാക്കളെല്ലാം തന്നെ വോട്ട് ചെയ്യാനായി എത്തുമെന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വലിയ ഒരു പ്രതീക്ഷയിലാണ് മുന്നണികൾ. എന്തായാലും വലിയ പ്രചാരണങ്ങളെല്ലാം കഴിഞ്ഞു. അതിൽ ശേഷം വലിയ പ്രതീക്ഷയോടെ മുന്നണികൾ അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളെല്ലാം തന്നെ നിലവിൽ ഉണ്ട് എന്നതാണ് പറയേണ്ടത്. എന്തായാലും ജനവിധി തേടുകയാണ് വടക്കൻ കേരളം എന്നതാണ് പറയേണ്ടത്. രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളാണ് ജനവിധി തേടുന്നത്. തീർച്ചയായും ഉണ്ണികൃഷ്ണൻ, അതുപോലെ തന്നെ ഈ ഒരു പ്രശ്നബാധിത ബൂത്തുകളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? പ്രശ്നബാധിത ബൂത്തുകളിൽ വലിയ സുരക്ഷയെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നതാണ് പറയേണ്ട ഒരു കാര്യം. വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ അല്ലെങ്കിൽ ആ രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കിക്കൊണ്ടാണ് സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശ്നബാധിത ബൂത്തുകൾ ക്രമീകരിച്ചുകൊണ്ട് ആ രീതിയിൽ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നതാണ് ലഭിക്കുന്ന വിവരം. എന്തായാലും സാധാരണ ഉള്ളതുപോലെ തന്നെ വെബ്കാസ്റ്റിംഗ് അടക്കമുള്ള കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സുരക്ഷാ സംവിധാനങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നത്. വലിയ പോലീസിൻ്റെ അടക്കമുള്ള നിരീക്ഷണങ്ങളെല്ലാം തന്നെ അവിടെ ഉണ്ടാകുമെന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ പ്രശ്നബാധിത ബൂത്തുകളെ മാനേജ് ചെയ്യാനായിട്ട് പോലീസും അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും അടക്കം വലിയ സംവിധാനങ്ങളെല്ലാം തന്നെ ഒരുക്കിയിട്ടുണ്ടെന്നത് തന്നെയാണ് ഓർമ്മിക്കേണ്ട ഒരു കാര്യം. എന്തായാലും പ്രധാനപ്പെട്ട ബൂത്തുകൾ ആ രീതിയിൽ ബൂത്തുകൾക്കൊപ്പം പ്രശ്നബാധിത ബൂത്തുകളിലും വലിയ സുരക്ഷകൾ എല്ലാം തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും ആദ്യ നിമിഷങ്ങൾ കഴിയുമ്പോൾ വലിയ ഒരു തിരക്ക് ഉണ്ടാകുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ആദ്യ 15 മിനിറ്റിലേക്ക് വരുന്നു എന്നതാണ് ഈ ഒരു നിമിഷത്തിൽ പറയേണ്ട ഒരു കാര്യം. അപ്പോൾ ആ രീതിയിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആ രീതിയിൽ കൂടുതൽ ആളുകൾ മണിക്കൂറുകൾ കഴിയുമ്പോൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഓരോ നിമിഷവും കൂടുതൽ ആളുകൾ എത്തിക്കൊണ്ടിരിക്കുന്നതാണ് ആദ്യ നിമിഷത്തെ കാര്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. എന്തായാലും വലിയ ഒരു മുന്നേറ്റം പ്രതീക്ഷിക്കുകയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ രണ്ടാം ഘട്ടത്തിന് തുടക്കമായിരിക്കുകയാണ്. ആദ്യഘട്ടത്തിൽ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിലായിരുന്നു വോട്ടെടുപ്പ്. രണ്ടാം ഘട്ടത്തിൽ തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിലാണ് ഇന്ന് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണി മുതൽ വൈകിട്ട് 6 മണി വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. 470 പഞ്ചായത്തുകളിലായി 9027 വാർഡുകളാണ് ഉള്ളത്. 47 മുനിസിപ്പാലിറ്റികളും 3 കോർപ്പറേഷനുകളും 77 ബ്ലോക്ക് പഞ്ചായത്തുകളും 7 ജില്ലാ പഞ്ചായത്തുകൾ എന്നിവിടങ്ങളിലായി 38,994 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. ആദ്യഘട്ടത്തിൽ 70.91% പോളിംഗ്. കൃഷ്ണൻ, അതുപോലെ തന്നെ നമുക്ക് പറയാൻ സാധിക്കുന്നതാണ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഇനി മാസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രയൽ റൺ ആണ് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിനെ ഈ ഒരു മുന്നണികളെല്ലാം കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വിധി എന്തായിരിക്കും എന്നത് ഈ ഒരു മുന്നണികളെ സംബന്ധിച്ച് ഏറെ നിർണായകമായ ഒരു കാര്യം തന്നെയല്ലേ? തീർച്ചയായും. എന്തായാലും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് പടിവാതിക്കൽ തന്നെയാണ്. അതിന് മുന്നോടിയായി നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്ന നിലയിൽ വലിയ രീതിയിലുള്ള വലിയ ഒരു സ്വാധീനം എല്ലാ കാലത്തും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനുണ്ടാകും. അത് ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് നടക്കുന്നതുകൊണ്ട് വലിയ രീതിയിൽ തന്നെ മുന്നണികൾക്കെല്ലാം തന്നെ വലിയ പ്രതീക്ഷയും അവരെ സംബന്ധിച്ച് വലിയ നിർണായകമായ ഒരു ഘട്ടം തന്നെയാണ്. എന്തായാലും ഏത് രീതിയിലാണ് ഇപ്പോൾ കോൺഗ്രസ് അല്ലെങ്കിൽ UDF പറഞ്ഞ പോലെ തന്നെ സർക്കാരിനെതിരെയുള്ള ഒരു വിലയിരുത്തലാകും ഈ തെരഞ്ഞെടുപ്പ് എന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ LDF ആകട്ടെ വികസന കാര്യങ്ങൾ അത് ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട്. അത് വോട്ടായി മാറുമെന്ന പ്രതീക്ഷകളെല്ലാം
പ്രതീക്ഷകളെല്ലാം തന്നെ ഉണ്ടാകുന്നു. കേന്ദ്ര സർക്കാരിൻ്റെ പദ്ധതികളും അതോടൊപ്പം തന്നെ ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞ ഒരു ആത്മവിശ്വാസത്തിലാണ് BJP ഉള്ളത്. ആ രീതിയിലാണ് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിനെ മുന്നണികൾ നേരിടുന്നത്. എന്തായാലും രണ്ടാം ഘട്ടത്തിലേക്ക് വരുമ്പോൾ വലിയ രീതിയിലുള്ള പ്രതീക്ഷ ഉണ്ട് എന്നതാണ് മുന്നണികളെ സംബന്ധിച്ച് ഉണ്ടാവേണ്ട ഒരു കാര്യം. എന്തായാലും നോക്കുകയാണെങ്കിൽ പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവിടെ മുനിസിപ്പാലിറ്റികളവിടെ അവിടെ ഭരിച്ചിരുന്നത് BJP ആണ് എന്നതാണ് പറയേണ്ടത്. വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈ അവർക്ക് പാലക്കാട് ജില്ലയിലുണ്ട് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ ആ രീതിയിൽ അവിടെ ചില നേതൃത്വത്തിനിടയിൽ ചില തർക്കങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് വലിയ രീതിയിൽ തന്നെ അവിടെ പാലക്കാട് ജില്ലാ നേതൃത്വത്തിൽ വലിയ രീതിയിൽ തന്നെ ഒരു ഭിന്നതയിലേക്ക് തന്നെ പോകുന്നു. കൂടുതൽ വിവാദങ്ങളിലേക്ക് വരുന്ന സാഹചര്യം എല്ലാം തന്നെ ഉണ്ടാകുന്നു. അവിടുത്തെ നഗരസഭാ ചെയർപേഴ്സൺ അടക്കം ചില വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ചില തുറന്നടിക്കുന്ന രീതിയിലേക്കുള്ള ഒരു സമീപനം സ്വീകരിക്കുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായി അവസാന ഘട്ടത്തിൽ. അതെല്ലാം തന്നെ പ്രതികൂലമായി ബാധിക്കും എന്ന രീതിയിലാണ് ഈ മുന്നണികൾ പറയുന്നത്. എന്തായാലും ആ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവിടെ നടക്കുന്നു എന്നതും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. എന്തായാലും വലിയൊരു രീതിയിലുള്ള വിമർശനം പലപ്പോഴും ഉണ്ടാകുന്നു മുന്നണികൾക്ക് നേരെ ഇത്തരത്തിൽ തുറന്നു പറച്ചിലും അതോടൊപ്പം തന്നെ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ വരുമ്പോൾ അങ്ങനെ LDFും UDFും എല്ലാം തന്നെ അത് രാഷ്ട്രീയ ആയുധമായി തന്നെ ഉപയോഗിക്കുന്നൊരു സാഹചര്യം എല്ലാം തന്നെ ഉണ്ട്. അങ്ങനെ വരുമ്പോൾ അവിടെ വലിയ രീതിയിലുള്ള അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന മേൽക്കൈ നഷ്ടപ്പെട്ടു പോകുന്ന പ്രതീക്ഷയിൽ തന്നെയാണുള്ളത്. എന്തായാലും പാലക്കാട് ജില്ലയെ സംബന്ധിച്ച് അവിടെ BJPക്ക് വലിയ മേൽക്കൈയുള്ള ഒരു ജില്ല തന്നെയാണ്. അവിടെ നഗരസഭയിൽ ഭരണം നേടാനായി BJPക്ക് കഴിഞ്ഞിരുന്നു എന്നതും കൂടി എടുത്തു പറയുന്ന കാര്യമാണ്. എന്നാൽ അത് ഇക്കുറി തുടരാനാകുമോ എന്നതാണ് ഏറ്റവും ആകാംക്ഷയോടെ കാണേണ്ട ഒരു കാര്യം. ആ രീതിയിൽ പല ജില്ലകളിലും വടക്കൻ ജില്ലകളിലടക്കം പല ജില്ലകളിലും വലിയ ആധിപത്യം BJPക്ക് ഉണ്ടാവുന്ന ഒരു സ്ഥിതിയുണ്ട്. കൂടാതെ UDFനും അതോടൊപ്പം തന്നെ LDFനും മേൽക്കൈയുള്ള ചില മേഖലകളെല്ലാം തന്നെയുണ്ട്. അവിടെയെല്ലാം തന്നെ ഒരു ആധിപത്യം അവർക്ക് നേടിയെടുക്കാനായി BJPക്ക് കഴിയുമോ എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും LDFനെ സംബന്ധിച്ച് തങ്ങൾ വിജയിച്ചു വന്നിരുന്ന പഞ്ചായത്തുകൾ അല്ലെങ്കിൽ നഗരസഭകൾ അല്ലെങ്കിൽ കോർപ്പറേഷനുകൾ ഇവിടെയെല്ലാം തന്നെ ഭരണം തുടരാനാകുമെന്ന് തന്നെയാണ് ഏറ്റവും ആകാംക്ഷയോടെ കാണേണ്ട ഒരു കാര്യം. അതെല്ലാം തന്നെയാണ് അവർ നോക്കുന്നതും. UDFനെ സംബന്ധിച്ച് തങ്ങളുടെ ഉന്നയിച്ച വിഷയങ്ങളെല്ലാം തന്നെ അത് ജനങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നൊരു കാര്യത്തിലുള്ള ഒരു വിലയിരുത്തലും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നതാണ് പറയേണ്ട ഒരു കാര്യം. LDFനെ സംബന്ധിച്ച് ഈ ഭരണം അത് വലിയ രീതിയിൽ തന്നെ ജനങ്ങൾ ഏത് രീതിയിലാണ് കാണുന്നത്, തങ്ങളുടെ പ്രഖ്യാപനങ്ങളെല്ലാം തന്നെ ഏറ്റെടുത്തിട്ടുണ്ടോ എന്നതിലെല്ലാം തന്നെ ഒരു വിലയിരുത്തൽ കൂടിയാകും ഈ തെരഞ്ഞെടുപ്പ് എന്നതും എടുത്തു പറയുന്ന കാര്യമാണ്. ആ രീതിയിൽ നോക്കുകയാണെങ്കിൽ എന്തായാലും വളരെ നിർണായകം തന്നെയാണ് ഈ മൂന്ന് മുന്നണികൾക്കും ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ദീപ്തി പറഞ്ഞ പോലെ തന്നെ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടക്കുന്ന ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നണികളെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് എന്നതാണ് പറയേണ്ടത്. എന്തായാലും ആദ്യ സമയങ്ങളിൽ വലിയൊരു ചെറിയ തിരക്കൊക്കെ എല്ലാം തന്നെ വിവിധ ബൂത്തുകളിൽ ഉണ്ടാവുന്നതെന്ന് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം. എന്തായാലും കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായി എത്തുന്നു. വലിയ ഒരു പോളിംഗ് ശതമാനത്തിലേക്ക് വരുമെന്ന് തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ മുന്നണികൾ പ്രതീക്ഷിക്കുന്നത്.